നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ലോകത്തുള്ള അഴിമതിക്കെതിരെയെല്ലാം എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കുമെതിരെ പ്രതികരിക്കേണ്ടവരാണ് മാധ്യമ സമൂഹം എന്നാണ് വെപ്പ്. പണ്ടൊക്കെ മാധ്യമ സമൂഹം അങ്ങനെ തന്നെയായിരുന്നു. ആരുടെയും കക്ഷി രാഷ്ട്രീയ ബന്ധങ്ങളോ മറ്റു തരത്തിലുള്ള ഇൻഫ്ലുവൻസുകളോ ഒന്നും നോക്കാതെ പലപ്പോഴും അത്തരത്തിൽ നിലപാടും നടപടികളുമൊക്കെ പത്രപ്രവർത്തകർ നടത്തിയിരുന്നു. എന്നാൽ കാലം മാറിയതോടെ രാഷ്ട്രീയത്തിന് വലിയ പ്രാധാന്യം മാധ്യമപ്രവർത്തകർക്കിടയിലും ഉണ്ടായി. മാധ്യമപ്രവർത്തകരിൽ 90% രാഷ്ട്രീയമുള്ളവരാണ്. പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് പലപ്പോഴും ആ രാഷ്ട്രീയം പുറത്ത് പ്രകടിപ്പിക്കുന്നതാണ് നമ്മളെല്ലാവരും കാണുന്നത്. മാധ്യമപ്രവർത്തകളെക്കാൾ ഉപരി അവർ രാഷ്ട്രീയ പ്രവർത്തകരും ആക്ടിവിസ്റ്റുകളുമായി മാറുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മാധ്യമപ്രവർത്തകരുടെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ, അതിന് സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അതിന് എത്രത്തോളം നീതി കിട്ടുന്നുണ്ട് എന്നതാണ് പ്രസക്തമായ ചോദ്യം. കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിലുള്ള പല വിഷയങ്ങളിലും രാഷ്ട്രീയക്കാരെ നേരിടാൻ മാധ്യമപ്രവർത്തകർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, സുരേഷ് ഗോപിയെ പ്രശാന്ത് ബ്രോ എന്ന കളക്ടറെ, പ്രശാന്ത് നായർ, നമുക്കറിയാം പ്രശാന്ത് ബ്രോ എന്ന് എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്ന കളക്ടർ, അങ്ങനെ പലരെയും ഇത്തരത്തിൽ DGPക്കും കമ്മീഷണറും ഒക്കെ എതിരെ പരാതി കൊടുക്കുകയും അവരെയൊക്കെ കേസിൽ കുരുക്കാൻ ശ്രമിച്ചതുമൊക്കെ മാധ്യമപ്രവർത്തകരാണ്. മാധ്യമപ്രവർത്തകർക്കുണ്ടായ പ്രശ്നങ്ങൾ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയമാണ് അവർ പ്രകടമാക്കിയതെന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല. പ്രശാന്തിനെയും, കളക്ടർ പ്രശാന്തിനെയും, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപിയെയും ആക്രമിക്കാൻ വനിതാ മാധ്യമപ്രവർത്തകരെ മുൻനിർത്തി കോപ്പുകൂട്ടുകയായിരുന്നു. ചില വനിതാ മാധ്യമപ്രവർത്തകരെ മുൻനിർത്തിക്കൊണ്ട് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നടത്തിയ കാര്യങ്ങളുമൊക്കെ നമുക്കേവർക്കും അറിയാവുന്ന കാര്യമാണ്. തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ പ്രസിഡന്റായിരുന്ന രാധാകൃഷ്ണനെ ഈ പ്രശ്നമുണ്ടായ ഒരു സദാചാര പോലീസിംഗ് എന്ന പ്രശ്നം ഉയർത്തിക്കൊണ്ട്, അതായത് കൂടെ ഉണ്ടായിരുന്ന അയാൾ വീടെടുത്തു കൊടുത്ത ഒരു മാധ്യമപ്രവർത്തക, ആ മാധ്യമപ്രവർത്തകയുമായി ബന്ധപ്പെട്ട് എന്തോ പ്രശ്നമുണ്ടായപ്പോൾ വീട്ടിൽ ചോദിക്കാൻ ചെന്നു എന്നതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് രാധാകൃഷ്ണനെ ആക്രമിക്കാൻ വലിയ രീതിയിലുള്ള കോപ്പ് കൂട്ടുകയായിരുന്നു ഈ പറയപ്പെടുന്ന പത്രപ്രവർത്തക സമൂഹമെന്ന് നമുക്കറിയാം. അതിൽ തന്നെ സ്ത്രീകളെ മുൻനിർത്തിയാണ് പുരുഷന്മാർ കളിച്ചത് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ അവിടെ സ്ത്രീകൾക്ക് എന്ത് സംരക്ഷണയാണുള്ളത് എന്ന ചോദ്യം ആരും ഉന്നയിക്കില്ല. ഉന്നയിച്ചാൽ അവർ പടിക്ക് പുറത്താവുകയും ചെയ്യും. ഞാൻ തന്നെ അതിനൊരു ഇരയാണ്. ഞാൻ മാധ്യമപ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്ന കാലത്ത്, പത്രപ്രവർത്തക യൂണിയന്റെ ഭാരവാഹിയായിരുന്ന സമയത്ത് നിരന്തരമായി എന്നെ വാക്കുകൾ കൊണ്ട് അധിക്ഷേപിക്കാൻ ശ്രമിച്ച അന്നത്തെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഞാൻ പരാതി കൊടുത്തപ്പോൾ എന്നെ പുറത്താക്കാനാണ് പത്രപ്രവർത്തക യൂണിയൻ ശ്രമിച്ചത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമായും കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പത്രപ്രവർത്തക യൂണിയൻ എനിക്ക് അയച്ചിട്ടുള്ള രേഖകൾ അടങ്ങിയ കാര്യങ്ങൾ ഇന്നും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ തന്നെ നമുക്കറിയാം പത്രപ്രവർത്തകർ ഏത് തരത്തിലാണ് അവരുടെ സമൂഹത്തോട് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. 24 ന്യൂസിലെ ഒരു റിപ്പോർട്ടർ, ആ റിപ്പോർട്ടർ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കോഴിക്കോട് കാലിക്കട്ടിലെ ജേർണലിസ്റ്റ് സ്കൂൾ, പത്രപ്രവർത്തക യൂണിയൻ നടത്തുന്ന, പത്രപ്രവർത്തക യൂണിയന്റെ കീഴിലുള്ള പ്രസ് ക്ലബിൽ നടക്കുന്ന ജേർണലിസം സ്കൂളിന്റെ ഡയറക്ടർ, പ്രസ് ക്ലബ് ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ വി ബാലകൃഷ്ണൻ എന്ന മാധ്യമപ്രവർത്തകൻ, സീനിയറായ മാധ്യമപ്രവർത്തകനാണ്. ആ മാധ്യമപ്രവർത്തകൻ ഈ മാധ്യമപ്രവർത്തകയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. ഈ മാധ്യമപ്രവർത്തക അപ്പോൾ തന്നെ TTയെ വിളിച്ച് തൻ്റെ പരാതി പറയുന്നു. റെയിൽവേ പോലീസ്, ഷൊർണൂരിൽ വെച്ച് റെയിൽവേ പോലീസിനെ വിളിക്കുന്നു. റെയിൽവേ പോലീസ് കൈയോടെ, അത് തെളിവുകൾ സഹിതമാണ് റെയിൽവേ പോലീസ് പിടിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ സമയത്ത് അയാൾ പറഞ്ഞത്, അയാൾ മറ്റു കാര്യങ്ങൾ എനിക്ക് കൂടുതൽ വെളിപ്പെടുത്താൻ കഴിയില്ല. അയാൾ പറഞ്ഞത് ചില വീഡിയോസ് കണ്ടുണ്ടായ അയാൾക്കുണ്ടായ ചില പ്രശ്നങ്ങളാണ് എന്നൊക്കെ ആയിരുന്നു പറഞ്ഞത്. അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഒരു വാർത്തയിൽ പറയാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് സ്ത്രീ എന്ന രീതിയിൽ എനിക്ക് പറയുന്നതിന് പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ കയ്യോടെ പിടിക്കപ്പെട്ട ഒരു വിഷയത്തിൽ അയാൾ റിമാൻഡിലുമാണ്. പക്ഷെ പത്രപ്രവർത്തക യൂണിയന്റെ ഈ വിഷയത്തിലെ നിലപാട് എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒരു പെൺകുട്ടി പരാതി കൊടുക്കുമ്പോൾ ആ പരാതിയിൽ പെൺകുട്ടിയുടെ ഭാഗം ചേർന്ന് നിൽക്കേണ്ടതിന് പകരം ആ പെൺകുട്ടിയെ ആക്രമിക്കാൻ കോപ്പ് കൂട്ടുകയായിരുന്നു, അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. 24 ന്യൂസിലെ ആ പെൺകുട്ടിയുടെ സഹപ്രവർത്തകരായ പല വനിതകളെയും ആ പെൺകുട്ടിയുടെ സഹപ്രവർത്തകരായ പല പുരുഷന്മാരെയും ഒക്കെ വിളിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും കോംപ്രമൈസിന് സാധ്യതയുണ്ടോ എന്ന വഴി ആരായുകയാണ് ഈ നിമിഷം വരെ കേരള പത്രപ്രവർത്തക യൂണിയനിലെ അംഗങ്ങൾ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ പരാതി കൊടുത്തപ്പോഴും എനിക്കുണ്ടായത് ഫിസിക്കൽ അസോൾട്ട് അല്ല, മെന്റൽ അസോൾട്ടാണ്. നിരന്തരമായി പത്രപ്രവർത്തക യൂണിയന്റെ സമ്മേളനത്തിൽ വരുമ്പോൾ
എന്നെയും മറ്റു ചിലരെയും ചേർത്ത് നിരന്തരമായി എനിക്ക് വോട്ട് കിട്ടിയതൊക്കെ ഏതൊക്കെയോ പുരുഷന്മാർ എന്നെ സഹായിച്ചത് കൊണ്ടാണ് എന്ന തരത്തിൽ നിരന്തരമായി തോറ്റുപോയി. ആ തെരഞ്ഞെടുപ്പിൽ, അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയതിന്റെ വൈരാഗ്യം തീർക്കാൻ ആ സംസ്ഥാന സെക്രട്ടറി നിരന്തരമായി, പിന്നീടത്തെ തെരഞ്ഞെടുപ്പിൽ അയാൾ ജയിച്ചു, പക്ഷേ ആ അസ്വസ്ഥത മറയ്ക്കാനായി നിരന്തരം 2 വർഷം 4 വർഷത്തെ കമ്മിറ്റികൾ, 2 കമ്മിറ്റികൾ അയാൾ നിരന്തരമായി എന്നെ അധിക്ഷേപിച്ചു. പല പത്രപ്രവർത്തകരും കേട്ടുകൊണ്ടിരുന്നിട്ടുണ്ട്. അവരൊക്കെ പിന്നീട് ചിലരൊക്കെ അയാളുടെ ഭാഗം ചേർന്നിട്ടുണ്ട്. സത്യസന്ധമായി പറഞ്ഞ മാധ്യമ പ്രവർത്തകരും ഉണ്ട് കേട്ടോ. എൻ്റെ ആ കേസിൽ നിർണായകമായതും ഈ പറയപ്പെടുന്ന സെക്രട്ടറിയെ, ആ സെക്രട്ടറിക്ക് അവസാന നിമിഷം വരെ ആ സെക്രട്ടറിയെ വലിയ രീതിയിൽ കോംപ്രമൈസിന് വരാനും, അല്ലെങ്കിൽ ആ രീതിയിൽ ആരെങ്കിലും ഒക്കെ വിട്ട് കോംപ്രമൈസിനൊക്കെ ശ്രമിക്കാനും പോലുമുള്ള സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്ന 2-3 സാക്ഷിമൊഴികൾ അതിൽ വ്യക്തമായി തന്നെയുണ്ട്. അത് അവരോടൊക്കെ നടന്ന് എങ്ങനെയെങ്കിലും മൊഴി മാറ്റാൻ കഴിയുമോ എന്ന് ആരായുകയും ചെയ്തിട്ടുണ്ട് ഈ സംസ്ഥാന സെക്രട്ടറി. ആ കേസിൽ ഞാൻ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. കാരണം പൊതുസമൂഹത്തിൽ, പൊതുജനങ്ങളുടെ മുമ്പിൽ നടന്ന സംഭവമാണ്, രഹസ്യ സംഭവമല്ല, എല്ലാവരും കണ്ടുകൊണ്ടിരുന്ന സംഭവമാണ്. അതിൽ നട്ടലുള്ള പുരുഷന്മാർ, അത് സത്യസന്ധമായി കാര്യങ്ങൾ പറയുന്ന പുരുഷന്മാരും സ്ത്രീകളുമൊക്കെ അത് ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാത്തവരൊക്കെ, ഭാഗം ചേർന്ന് നിൽക്കുന്നവരും, യാതൊരു മര്യാദയും സംസ്കാരവും ഇല്ലാത്തവരും, സ്വന്തം അമ്മയെ കയറി പിടിച്ചാൽ പോലും അത് രാഷ്ട്രീയത്തിന്റെ പേരിൽ കണ്ടില്ലെന്ന് നടിക്കുന്നവരായ പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ചിലപ്പോൾ ഒരു പക്ഷേ അത് കണ്ടില്ല എന്ന് പറയുമായിരിക്കും, കേട്ടില്ല എന്ന് പറയുമായിരിക്കും. പക്ഷേ കേട്ടവരൊക്കെ തന്നെ അതിൽ ചിലരെങ്കിലും എനിക്ക് സത്യസന്ധമായി എന്നോടൊപ്പം നിന്നിട്ടുണ്ട്. ഒരുപക്ഷെ എൻ്റെ രാഷ്ട്രീയം വിഭിന്നമായിരിക്കാം, പക്ഷേ എങ്കിലും സത്യസന്ധമായി നട്ടലുള്ള പുരുഷന്മാർ എന്നോടൊപ്പം നിന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഏതായാലും പുരുഷന്മാരും സ്ത്രീകളും, ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ്, പത്രപ്രവർത്തക യൂണിയന്റെ ഈ ഇരട്ടത്താപ്പ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. കേരളത്തിലെ പൊതുസമൂഹം ഇന്ന് അറിയേണ്ടതുണ്ട്. അതായത് ഇടതുപക്ഷത്തു നിന്നുള്ള മാധ്യമ പ്രവർത്തകരായ ആരെങ്കിലുമോ, ഏതെങ്കിലും സംഘടനയ്ക്ക്, അതായത് ഇടതുപക്ഷ സംഘടനകൾക്കോ ഏതെങ്കിലും വ്യക്തിക്കോ താല്പര്യമുള്ള ആരെങ്കിലുമോ ഒക്കെ പത്രപ്രവർത്തക യൂണിയനിലുണ്ടെങ്കിൽ അവർക്ക് ആരെയും പീഡിപ്പിക്കുകയോ അവർക്ക് ആരെയും എന്തും പറയാവുന്ന അവസ്ഥയാണുള്ളത്. ഇത് അഴിമതിയും സ്വജനപക്ഷപാതവും നമ്മൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് പറയാൻ ധൈര്യമുള്ള ആരും കേരളത്തിലില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. എന്നെ സംബന്ധിച്ചിടത്തോളം അന്നും ഇന്നും അതിന്റെ പേരിൽ എന്ത് സംഭവിച്ചാലും, പുറത്താക്കിയാലും, എന്തൊക്കെ ചെയ്താലും എനിക്കത് വിഷയമല്ല. ഞാൻ പറഞ്ഞിടത്ത് ഉറച്ചു നിൽക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. സത്യസന്ധമായ കാര്യമാണ്, 1% പോലും കളവില്ലാത്ത കാര്യം. നാളെ ഇനി ആ കേസിൽ ശിക്ഷിക്കപ്പെട്ടാലും ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിലും ഞാൻ പറഞ്ഞ വാദഗതിയിൽ 1% പോലും ഈ നിമിഷവും എൻ്റെ വാക്കുകളിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. അത് സത്യമാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഏതെങ്കിലും ഒരുത്തൻ എന്നെ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെറുതെ പറയേണ്ട ഒരു ആവശ്യമുള്ള ആളല്ല ഞാൻ അതിനെ അപ്പോൾ തന്നെ അയാളോട് അവിടെ എണ്ണീറ്റ് നിന്ന് അപ്പോൾ തന്നെ എന്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. മേലാൽ ഇത്തരത്തിലുള്ള സംഭാഷണം ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ ശേഷമാണ് ഞാൻ പോയി പോലീസ് സ്റ്റേഷനിലേക്ക് കംപ്ലൈന്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അത് 3-4 തവണ എന്നെ അത്തരത്തിൽ ആക്രമിക്കാനുള്ള ശ്രമം ഉണ്ടായപ്പോഴാണ്. ഈ പറയപ്പെടുന്ന വ്യക്തിയുമായി ഞാൻ ശരിക്കും സംസാരിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത ഒരാളാണ്. അയാൾക്ക് എന്നെ ആക്രമിക്കേണ്ട ഒരു കാര്യമില്ല. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് യാതൊരു തരത്തിലുള്ള കാരണങ്ങളും അതിന്റെ പിന്നിലില്ല. അയാളെ ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ, ഞാൻ ജോലിയിൽ നിന്ന് ഇറങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ്, ഞാൻ ആ സ്ഥാപനത്തിൽ നിന്ന് ജോലി വിട്ടു പോരുന്നതിന് ഒരാഴ്ച മുമ്പ് മാത്രം ആ സ്ഥാപനത്തിൽ വന്ന ഒരാളാണ്. അയാളോട് ശരിക്കും സംസാരിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത ഒരാളാണ്. എന്തിനാണ് അയാൾ എന്നെ ഇത്തരത്തിൽ മോശമായി ചിത്രീകരിച്ചെന്ന് ഇന്നും എനിക്കറിയില്ല. കാരണം അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ഇവരോടൊപ്പം കള്ളുകുടിച്ച് നടക്കുന്ന, ഇവരോടൊപ്പം ഇവരുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന അങ്ങനെയുള്ള സ്ത്രീകളെ, അത്തരം ചില സ്ത്രീകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അത് ഞാൻ പറയാൻ പാടില്ല എന്നാൽ പോലും ഞാൻ പറയുകയാണ്, അത്തരം ചില സ്ത്രീകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരൊക്കെ പറയുകയാണ് എങ്ങനെയാണ് എന്നോടൊപ്പം ജോലി ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത്. ഞാൻ ഏതായാലും ഈ പറയപ്പെടുന്ന ഒരുത്തനും അത്തരത്തിൽ എന്നെ പറയാൻ കഴിയില്ല. കാരണം അത്തരത്തിൽ കള്ളു കുടിക്കാനോ കഞ്ചാവ് അടിക്കാനോ ആരുടെയെങ്കിലും തോളത്ത് കൈയിടാനോ ഏതെങ്കിലും പുരുഷനെ കെട്ടിപ്പിടിച്ച് നടക്കാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല. അത്തരത്തിൽ ഒരു ആരോപണവും എനിക്കെതിരെ ആർക്കും ഉന്നയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആ വിഷയത്തിൽ ഇവരെ ആരെയും പേടിക്കേണ്ട കാര്യവുമില്ല. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എൻ്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയായിരുന്നു. പലവട്ടം അത് ആവർത്തിച്ചപ്പോഴാണ് ഞാൻ കേസുമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായത്. പത്രപ്രവർത്തക യൂണിയന്റെ അന്നത്തെ നേതൃത്വം എന്നെ സത്യത്തിൽ ചില ആൾക്കാർ സഹായിച്ചു എന്നതൊഴിച്ചാൽ, സഹായിക്കുക എന്ന് പറഞ്ഞാൽ സത്യസന്ധമായി കാര്യങ്ങൾ മൊഴി പറയുക എന്നതൊഴിച്ചാൽ മറ്റാരും അതിന് തുനിഞ്ഞില്ല. കാരണം എല്ലാവർക്കും പേടിയുണ്ട്, പുറത്താക്കപ്പെടുമോ എന്ന് പേടിയുണ്ട്. അപ്പോൾ അങ്ങനെ പേടിയുള്ളവർ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. പക്ഷെ എനിക്ക് ഇത്തരത്തിൽ പേടിക്കേണ്ട ഒരാവശ്യം എൻ്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പേടിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ ആ കേസുമായി മുന്നോട്ട് പോകാനുണ്ടായ കാരണം. ഇപ്പോൾ ആ പറയപ്പെടുന്ന പെൺകുട്ടിയും അങ്ങനെ ധൈര്യപൂർവ്വം നിൽക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ ആ പെൺകുട്ടി ധൈര്യപൂർവ്വം നിൽക്കുമ്പോഴും അതിനെ ധൈര്യപൂർവ്വം നിൽക്കാനുള്ള സാഹചര്യം ഒരുക്കാത്ത രീതിയിൽ അതിനെ സമ്മർദ്ദപ്പെടുത്തിക്കൊണ്ട്, ആ ഇരയെ സമ്മർദ്ദപ്പെടുത്തിക്കൊണ്ട് വേട്ടക്കാരനോടൊപ്പം നിൽക്കുകയാണ് KUWJ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ KUWJ എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ച്
എനിക്കറിയാം സംഘടനയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് വ്യക്തമായി അറിയുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. ഒരുപാട് വർഷക്കാലം ഞാൻ ആ സംഘടനയുടെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യം എനിക്കറിയാം. സത്യത്തിൽ അതിന്റെ സംസ്ഥാന സമ്മേളനങ്ങളിലോ പോകാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് സ്ത്രീകൾക്കുള്ളതെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഏതാണ്ട് ഒരു 12 മണി കഴിഞ്ഞാൽ കള്ളു കുടിച്ചാടുന്ന മാധ്യമ പ്രവർത്തകരാണ് പത്രപ്രവർത്തക യൂണിയനിൽ 90% ഉള്ളതെന്ന് ഞാൻ തന്നെ പറയുന്നു. അതിന് ആർക്കെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ ആ വിയോജിപ്പ് പറഞ്ഞോട്ടെ. ഞാൻ വ്യക്തമായും കൃത്യമായും പറയുകയാണ്. അപ്പോൾ ഈ പറയപ്പെടുന്ന സുരേഷ് ഗോപി ഒരാളോട് മാറി നിൽക്കാൻ പറഞ്ഞു. അയാളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തി നിന്നപ്പോൾ ആ പെൺകുട്ടിയെ, പരിചയമുള്ള പെൺകുട്ടിയെ തോളത്ത് ഒന്ന് തട്ടിയപ്പോൾ അതിനെ ലൈംഗികാരോപണമാക്കി ചിത്രീകരിച്ചുകൊണ്ട് ലൈംഗികപരമായി ഉപയോഗിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അത്തരത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് ചിത്രീകരിച്ചുകൊണ്ട് കേസ് കൊടുത്ത മൂന്നാംകിട പത്രക്കാരാണ് KUWJ ഭാരവാഹിത്വത്തിലുള്ളത് എന്നത് അത്യന്തം നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്. ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ്, ഈ പെൺകുട്ടിയെ വലിയ രീതിയിൽ ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതിന് സഹായകരമായി ആരും നിൽക്കുന്നില്ല. മറിച്ച് പെൺകുട്ടിയെ സമ്മർദ്ദപ്പെടുത്തി കേസ് പിൻവലിക്കാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. ഇപ്പോൾ റിമാൻഡിലായിട്ടുള്ള ഈ പ്രസ് ജേർണലിസം സ്കൂളിന്റെ ഡയറക്ടർ റിമാൻഡിലായ പ്രതിക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ശ്രമം നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ പെൺകുട്ടിയെ സംരക്ഷിക്കാതെ മുന്നോട്ട് പോവുകയാണ് പത്രപ്രവർത്തക യൂണിയൻ. എന്നാൽ വേട്ടക്കാരനോടൊപ്പം നിൽക്കുന്നു. റിമാൻഡ് പ്രതിയെ സംരക്ഷിച്ചുകൊണ്ട് റിമാൻഡ് പ്രതിയെ ഒരു റിലീസ് പോലും ഇറക്കി ഇയാളെ പുറത്താക്കിയെന്ന് പറയാൻ പോലും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.